KSRTC ഡ്രൈവർ യദുവിനെതിരെ ആരോപണവുമായി സിനിമാ താരം റോഷ്ന ആൻഡ്രോയ്. മേയർ ആര്യ രാജേന്ദ്രൻ നേരിട്ടതിന് സമാനമായ അനുഭവം തനിക്കും ഉണ്ടായിട്ടുണ്ടെന്ന് നടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നു. അപകടകരമാം വിധം തന്റെ വാഹനത്തെ മറികടന്ന ഡ്രൈവർ പിന്നീട് ബസ് നിർത്തി ഇറങ്ങി വന്ന ശേഷം ഭീഷണിപ്പെടുത്തുകയും തെറി പറയുകയും ചെയ്തുവെന്നാണ് റോഷ്ന പറയുന്നത്. ഇപ്പോൾ ഉണ്ടായൊരു വിഷയമല്ല ഇത്. ഇതെനിക്ക് ലാസ്റ്റ് ജൂൺ ജൂലൈ ആ ഒരു ടൈമിൽ ഉണ്ടായൊരു ഇഷ്യൂ ആണിത്. ഈ സെയിം ഡ്രൈവർ തന്നെയാണ് നമുക്കങ്ങനെ ആരോടൊരു പേഴ്സണൽ ഗ്രഡ്ജോ അല്ലെങ്കിൽ ഒരു വിഷയമോ ഒന്നുമില്ല. നമ്മൾ സാധാ ഡ്രൈവ് ചെയ്ത് നമ്മൾ പോകുന്ന പോലെ തന്നെ പോകുന്ന ഒരു ഇതുമില്ല ആരോടും. അപ്പോൾ യാത്രക്കാരുള്ള ഒരു ബസ്സിലെ ഒരു ഡ്രൈവർ നമ്മളോട് ബിഹേവ് ചെയ്ത ഒരു രീതിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു KSRTCയുടെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഓടിച്ചിരുന്ന വണ്ടിയുടെ ആണ്. ആ വണ്ടി തന്നെയാണ് അദ്ദേഹം ഓടിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ എടുത്തു വെച്ചത്. അദ്ദേഹം സംസാരിച്ച രീതിയും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ MVD കണ്ടതാണ്, മനസ്സിലായോ? ആൻഡ് ഓൾസോ ആ ബസ്സിലെ യാത്രക്കാരും കണ്ടതാണ്. KSRTC ആയതുകൊണ്ട് അവർക്ക് എന്തും പറയാം, അങ്ങനെ ഒരു ഭാവം അയാളിൽ ഞാൻ കാണുന്നുണ്ട്. KSRTC ആയതുകൊണ്ട് എനിക്ക് എന്തും പറയാം എന്നുള്ള, അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിരിക്കണം. മേയറോട് പോലും അയാൾ സംസാരിച്ച ബോഡി ലാംഗ്വേജും ഒക്കെ ഒരു തൃപ്തികരമല്ല. സലിം മാലിക് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. സലിം, ഈ റോഷ്ന ആൻഡ്രോയ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്ന അവരുടെ അനുഭവമായി പുറത്തു വന്നിരിക്കുന്ന കാര്യം, ഇത് KSRTC ഡ്രൈവറായ ഈ വിവാദത്തിലെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഡ്രൈവറായ യദുവിനെ പ്രതിരോധത്തിലാക്കുന്നതാണല്ലോ. എന്താണ് ഈ റോഷ്ന ആൻഡ്രോയ്ക്കുണ്ടായ അനുഭവം? എന്താണ് അവർ പറയുന്നത്? ഗോപി, കേസുമായി ബന്ധപ്പെട്ട് ഈ ആദ്യഘട്ടം മുതൽ തന്നെ മേയർ ആര്യ രാജേന്ദ്രന്റെ ആരോപണം സമാനമായി ഈ ഡ്രൈവർ യദു വിവിധ സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടുണ്ട്, അത്തരത്തിലുള്ള പരാതികളൊക്കെ ഉണ്ട് എന്നുള്ളത് DYFIയും ഒപ്പം തന്നെ ഈ മേയറുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരുന്ന ഒരു വിശദീകരണമായി വന്നതാണ്. ഏറെക്കുറെ അതിനെ സാധൂകരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ സിനിമാ താരം കൂടിയായ റോഷ്ന ആൻഡ്രോയിയുടെ പ്രതികരണം. ഇതിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച ഈ കുറിപ്പിൽ പറയുന്നത് ഇത് മാസങ്ങൾക്ക് മുൻപുണ്ടായ സംഭവമാണ്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റ് വാർത്തകളിലുമായി ഈ യദു നിറഞ്ഞപ്പോഴാണ് ഇയാളാണെന്ന് ഉറപ്പിച്ചത്. ജൂൺ ജൂലൈ മാസത്തിനിടയ്ക്കായിരുന്നു. മലപ്പുറത്ത് നിന്നും എറണാകുളത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടായത്. വലിയ കുന്നംകുളം ഭാഗത്ത് റോഡ് പണി നടക്കുന്നതിനാൽ ഒരു വശത്തു കൂടി മാത്രമേ വാഹനം പോകാൻ കഴിയുമായിരുന്നുള്ളൂ. ആ സമയത്ത് ഇയാൾ വളരെ വേഗത്തിൽ, അവിടെ പതുക്കെ പോകണമെന്ന ബോർഡൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവഗണിച്ച് പല വാഹനങ്ങളെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഈ KSRTC ബസ്സുകാരൻ, ഈ യദു ഓടിച്ചിരുന്ന KSRTC ബസ് കടന്നു വരികയായിരുന്നു. ഒരു വാഹനത്തിന് കഷ്ടിച്ച് മാത്രം പോകാൻ കഴിയുന്ന വഴിയിൽ തന്റെ വാഹനത്തിൽ പല വാഹനങ്ങളെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് തങ്ങൾ ഓടിച്ചിരുന്ന വാഹനത്തിന്റെ പിറകു വന്ന് ഹോൺ മുഴക്കുകയായിരുന്നു. പക്ഷേ അപ്പോൾ ഈ ഒരു വാഹനത്തിന് മാത്രം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ താനും തിരികെ ദേഷ്യം വന്ന് ഹോൺ മുഴക്കി. അതിനുശേഷമാണ് ഇയാൾ ഓവർടേക്ക് ചെയ്ത് കയറിയതിന് ശേഷം വീണ്ടും ഈ ബസ് നിർത്തിയതിന് ശേഷം ഇവരെ ചീത്ത വിളിച്ചു, മോശം സംഭാഷണങ്ങൾ, അശ്ലീല സംഭാഷണം ഉൾപ്പെടെ നടത്തി എന്നുള്ളതാണ് ആരോപണം. അതിനുശേഷം ഇവർ ഇത് കുറച്ച് വേഗത്തിൽ ഓടിച്ചു പോവുകയും അതിന് മുൻപിൽ ഒരു MVDയോട് പരാതി പറയുകയും ചെയ്തു. ആ MVD അവിടെ ആ പരാതി പറയുന്ന സമയത്ത് വീണ്ടും പുറകിൽ ഓടിച്ചെത്തിയ ഇയാൾ വീണ്ടും ഇത്തരത്തിൽ അസഭ്യം പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഈ റോഷ്ന ആൻഡ്രോയ് ഇപ്പോൾ പരാതിയായി സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല, തനിക്കൊരു രാഷ്ട്രീയവുമില്ല, ഈ രാഷ്ട്രീയ പ്രശ്നമായി ഇത് മാറ്റാനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഫോട്ടോയിൽ ഇയാളെ കണ്ട് തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്നത് എന്നുകൂടി അവർ വിശദീകരിക്കുന്നു. മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിൽ ഈ ഒരു ബസ്സിന്റെ ഫോട്ടോ കൂടി ചേർത്തിട്ടുണ്ട്. ബസ്സിന്റെ ഫോട്ടോ കൂടി ചേർത്ത ശേഷം ഇത് അന്ന് അദ്ദേഹം ഓടിച്ചിരുന്ന ബസ്സാണ്. മാത്രമല്ല, വെറുതെ ഒരു ഫോട്ടോ, ഒരു KSRTC ബസ്സിന്റെ ഫോട്ടോ അങ്ങനെ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടി മാത്രമായി എടുത്തു വെക്കില്ലല്ലോ എന്നുകൂടി അവർ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ റോഷ്ന ആൻഡ്രോയ് എന്ന സിനിമാ താരം പങ്കുവച്ചിരിക്കുന്നത്, ഉയർത്തിയിരിക്കുന്നത്. സലിം മാലിക് ഞങ്ങളുടെ പ്രതിനിധിയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകി.